റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധഭൂമിയിൽ ഒരു നിർണായകമായ തന്ത്രപരമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. പരമ്പരാഗതമായ സൈനിക ഏറ്റുമുട്ടലുകളിൽ നിന്നും അകന്ന് റഷ്യ ഇപ്പോൾ ചെലവ് കുറഞ്ഞതും എന്നാൽ അതീവ വിനാശകാരിയുമായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണ്. ഈ പുതിയ യുദ്ധതന്ത്രം യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും അതിലുപരി രാജ്യത്തിന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയും കനത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഈ തന്ത്രപരമായ വിജയം റഷ്യയെ സംബന്ധിച്ചിടത്തോളം കേവലം സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് ഒരു സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധം കൂടിയാണ്. യുക്രൈൻ യുദ്ധത്തിന്റെ റഷ്യൻ സൈന്യം ആവിഷ്കരിച്ച പുതിയ തന്ത്രത്തിന്റെ കാതൽ അതിന്റെ അവിശ്വസനീയമായ ചെലവ് ഫലപ്രാപ്തി അനുപാതത്തിലാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് റഷ്യയുടെ പ്രധാന ആക്രമണ ആയുധം ഇറാനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകളാണ്. ഈ ഡ്രോണുകൾക്ക് ഉയർന്ന വേഗതയോ അതീവ നൂതന സാങ്കേതിക വിദ്യയോ ഇല്ല. എന്നാൽ അവയുടെ കുറഞ്ഞ നിർമ്മാണ ചെലവാണ് ഇവിടെ റഷ്യയുടെ മാസ്റ്റർ സ്ട്രോക്ക്. ഈ അവിശ്വസനീയമായ അനുപാതം യുക്രൈൻ പ്രതിരോധത്തിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. $70,000 മാത്രം ചെലവുള്ള ഒരു ഡ്രോണിനെ തകർക്കാൻ $30 ലക്ഷം ചെലവുള്ള സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈൻ നിർബന്ധിതരാവുകയാണ്. ഫലത്തിൽ റഷ്യയുടെ ഒരു ഡ്രോൺ തകരുമ്പോൾ അത് യുക്രൈൻ സർക്കാരിന് 40 മടങ്ങ് അധികം സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നു. ഈ സാമ്പത്തികമായ അസമത്വം ഉപയോഗിച്ച് റഷ്യ യുക്രൈന്റെ സംരക്ഷിത സാമ്പത്തിക ശേഷിയെ തന്നെ തകർക്കുകയാണ്.